തലവൻ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കണം. ആസിഫലിയൊക്കെ വിളിച്ച് നമ്മളെ സിനിമയിലെ സ്പോയിലർ ആവുമെന്ന് അറിയില്ല, പറയാൻ പറ്റില്ല. മേക്കപ്പ് വെച്ച് അപ്പൊ ചേട്ടൻ അനിയനും സൈക്കോ ആണ്. കഥയാണ് പറയുകയാണെങ്കിൽ വലിയ സ്റ്റോറി പറയേണ്ടി വരും. സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം. ഇന്ന് ബ്രേക്ക് വന്നത് കുമ്പളങ്ങിയിലാണ്. ഹായ്, നമസ്കാരം. ബെലൈസ പ്രൈം ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ബെലൈസ പ്രൈം ടോക്കിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നൊരു ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ച് അൻസൽ പള്ളുരുത്തിയാണ്. സോ വെൽക്കം ടു ബെലൈസ പ്രൈം ടോക്ക്. താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷം? എന്ത് വിശേഷം? ഇപ്പോൾ പടങ്ങൾ ഇറങ്ങി നിൽക്കണം, അതിൻ്റെ ഒരു ആവശ്യത്തിലാണ് ഇപ്പോൾ തലവൻ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കണം. സക്സസ്ഫുള്ളി അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് സന്തോഷത്തിലൊക്കെയാണ്, എക്സൈറ്റ്മെന്റിലിരിക്കുകയാണ്. എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഈ അൻസൽ പള്ളുരുത്തിന്ന് അൻസൽ ബെന്നായിട്ട് എങ്ങനെയാണ് മാറിയത്? ബെന്ന് അത് ഒരു കഥയാണ്, പറയുകയാണെങ്കിൽ വലിയ സ്റ്റോറി പറയേണ്ടി വരും. എന്നാലും നമുക്കൊന്ന് അറിയാനുള്ളൊരു എക്സൈറ്റ്മെന്റ്. കാര്യം ഞാനേ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മമ്മൂട്ടി ഫാൻ ഭയങ്കരമായിരുന്നു, മമ്മൂട്ടിയുടെ. അപ്പം പഠിക്കാൻ ഒരു അർത്ഥം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ മമ്മൂട്ടിയുടെ പേരുണ്ടായിരുന്നു, ബെൻ നരേന്ദ്രൻ. അപ്പം അത് അന്ന് ആ പടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബെൻ നരേന്ദ്രൻ്റെ അങ്ങനെ പ്രേതം കയറി പോലായിരുന്നു ആ നടപ്പും ഇതൊക്കെ അനുകരിക്കൽ പഠിക്കുന്ന സമയത്ത്. ലാസ്റ്റ് ഞാൻ പേരൻ്റെ കൂടെ ഫ്രണ്ടിൽ വരുന്നിട്ട് അത് ബെൻ നരേന്ദ്രനാണ്, അത് ബെൻ അൻസലിന് അൻസലാക്കി. പിന്നെ അത് തിരിഞ്ഞ് അൻസൽ ബെന്ന്. മറ്റേ പേര് മാറ്റിയിരുന്നോ? ഇല്ല, അങ്ങനെ ഞാൻ എന്നെ തന്നെ വിളിക്കണം, എന്നെ തന്നെ വിളിക്കാൻ അൻസൽ ബെന്ന് സ്കൂളിൽ നിന്ന്. ഓക്കെ, ഈ കുമ്പളങ്ങി നൈറ്റ്സിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? കുമ്പളങ്ങി നൈറ്റ്സ് അത്രയും മുമ്പ് ഞാൻ കുറേ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുണ്ട്. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു 8-9 വർഷം ചെറിയ ചെറിയ സിനിമകൾ ചെയ്ത് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ്. അപ്പം അങ്ങനെ വന്ന് ഞാൻ ഓഡിഷന് പോയിരുന്നു ഒരുപാട്. ഇതിനു മുമ്പ് കുമ്പളങ്ങി പോയിരുന്നു ഒരു 4-5 ഓഡിഷന് ചെയ്തിട്ടുള്ളൂ മെയിനായിട്ട്. അപ്പം അതിൽ കുമ്പളങ്ങിയാണ് നമ്മുടെ തലവര വന്നൊരു മൂവ്മെന്റ് അല്ലേ? ഓക്കെ, അതാണ് ചോദിച്ചപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ആ വന്ന വഴി പെട്ടെന്ന് ഇങ്ങനെ കിട്ടിയെന്ന് വെച്ചപ്പോൾ. ഓക്കെ, അപ്പം ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകുന്ന സമയത്ത് ഡയലോഗ് ഉണ്ടായിരുന്നു സിനിമ? ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അധികം പോയില്ല, ഞാനൊന്ന് കുറച്ചാൾ ഇങ്ങനെ പോയെന്ന് പറഞ്ഞില്ലേ. എനിക്ക് മനസ്സിലായത് കുറച്ചാൾ പോയപ്പോൾ അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് തന്നെ നിൽക്കുള്ളൂ. പിന്നെ വേണ്ടാന്നുള്ളതിൽ പിന്നെ വെയിറ്റ് ചെയ്ത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ കുമ്പളങ്ങിയുടെ ഓഡിഷൻ നടക്കുന്നത്? കാര്യം അതിന് മുമ്പ് ഞാനൊരു 2-3 ഓഡിഷന് പോയപ്പോൾ കിട്ടാണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ഓഡിഷന് പോകണ്ടെന്നൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് പള്ളുരുത്തി, വീടിനടുത്തേനുള്ള. പുള്ളി വിളിച്ച് പറഞ്ഞു വീടിനടുത്ത് തന്നെയാണെന്ന് ഓഡിഷൻ നടത്തിയത്. കാര്യം കുമ്പളങ്ങിക്കാരാന്ന് അവരോട് ഈ പഠിക്കാൻ വേണ്ടിയിട്ടെ, ഈ കുമ്പളങ്ങിയെക്കുറിച്ചും പഠിക്കാൻ വേണ്ടി പള്ളുരുത്തി തന്നെ അവർ 1 വർഷത്തോളം അവരവിടെ സ്റ്റേ ചെയ്തിട്ടാണ് അത് എഴുതാനും എല്ലാത്തിനും നിന്നത്. അപ്പോൾ അവിടെ വിളിച്ചു, അങ്ങനെ ഓഡിഷൻ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പോയി. അപ്പോൾ ഇതുപോലൊരു സൈക്കോ ക്യാരക്ടറിലേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞിരുന്നു? ഇല്ല, അവരൊന്നും പറഞ്ഞില്ല. എന്ത് ടാസ്ക് തന്നെ അവരന്ന്? ടാസ്ക് തന്നത് പറയുകയാണെങ്കിൽ നമ്മളെ വിളിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞ് ആദ്യം ഞാൻ ചെല്ലുമ്പോൾ ഒരു 60-ഓളം പേരുണ്ടായിരുന്നു. 60-ഓളം പേരിൽ ഇങ്ങനെ നോക്കി ആദ്യം ലാംഗ്വേജ് അവർ നമ്മുടെ കൊച്ചി സ്ലാങ് സംഭവം നോക്കിയിട്ട് വെച്ച് ഞാൻ മറ്റേ ഇയാളായിരുന്നു, രാജേഷ് മാധവനായിരുന്നു. അപ്പം അവിടെ നിന്ന് പറഞ്ഞു ഇൻ്റർവ്യൂ ഒന്നും ഇത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞു. അതായത് നമ്മൾ അവിടെ ഇപ്പം ഒരു ആൾ വീട്ടിലേക്ക് വരികയാണ്. അപ്പം ഞാൻ അവിടെ നടന്ന ഒരു സംഭവം കേട്ടോ പറയണത്. അതായത് ഇരിക്കുന്ന ആളില്ലേ, ഇരിക്കുന്ന ഓഡിഷൻ നടത്തുന്ന ആളടുത്ത് നമ്മൾ ഒരു ഗസ്റ്റായിട്ട് വരികയാണ്. അത് നമ്മുടെ ഇന്നൊരു 5,000 rupees കടം മേടിച്ചിട്ട് ആളാണ്. ഒരു 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ വരികയാണ്. അപ്പം നിങ്ങൾ 6 മാസം കഴിഞ്ഞ് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പൈസ എന്തെന്ന് ചോദിക്കും. അപ്പോൾ ഈ പൈസ വിളിച്ചിട്ട് പുള്ളി മുങ്ങി അടയ്ക്കുകയാണ്, ഈ പൈസ കൊടുക്കാണ്ട്. അപ്പോൾ ഈ 6 മാസം കഴിഞ്ഞ് വരെയും വേണം, പൈസ ഇല്ലയെന്ന് തരാൻ പറ്റില്ല എന്ന് പറയാൻ വേണം അവധിയും. പിന്നൊരു 5,000 രൂപയും കൂടി ഇയാളെ തന്നെ പിന്നെയും ചോദിക്കാൻ വേണം എന്നുള്ളത്. അതായിരുന്നു അത് നമ്മൾ കൈന്നിട്ട് ചെയ്യണം. അത് കൈന്നിട്ട് ചെയ്യണം. അങ്ങനെ ഒരു സംഭവം തന്നു.
അതിൽ ക്ലിക്കായി. അപ്പോൾ അങ്ങനെ. ഓക്കെ. അപ്പം ഈ ഒരു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വേറെ നമ്മുടെ സിനിമയിലെ ഭാഗങ്ങളൊന്നും പറഞ്ഞില്ല അവർ. പറഞ്ഞില്ല അല്ലേ? അതൊക്കെ അവിടെ ചെന്നിട്ടാണ്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് വായിച്ച് ഇതാണ് ഒരു ക്യാരക്ടർ എന്ന് അറിഞ്ഞപ്പോഴുള്ള ഒരു റിയാക്ഷൻ എന്തായിരുന്നു? ഒരു അവിടെ ചെന്നപ്പോഴാണ് സംഭവം നമുക്ക് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ പറയണത്. അതും ഇംപ്രൂവൈസ് ഇതായിരുന്നു ചെയ്യുന്നത്, അല്ലാണ്ട് സ്ക്രിപ്റ്റഡ് ആയിരുന്നില്ല. ഇപ്പം നിങ്ങൾ കണ്ട സീനില്ലേ, ഏത് ബാർബർ ഷോപ്പിലെ സീൻ? ബാർബർ ഷോപ്പല്ല, ഫസ്റ്റ് സീൻ ഉണ്ട് കുമ്പളങ്ങിയിലെ നമ്മൾ ബൈക്കിൽ വരുന്ന സീന്. ശരിക്കും എല്ലാവരും വിചാരിക്കണം എന്താ ശരിക്കും എഴുതി സ്ക്രിപ്റ്റ് എല്ലാം. നമുക്ക് കൈനിട്ടുന്നില്ല, നമുക്കൊരു തീം പറഞ്ഞു തന്നു. അവിടെ നമ്മൾ ഇപ്പം ഗ്രേസ് ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, നമ്മളത് ചെയ്തോളാം. കാര്യം ഒരു സാധനം തന്നിട്ട് ഷെമിയുടെ വീട്ടിൽ കൊണ്ടുവന്നാൽ അത് കൊടുക്കണം. കൊടുത്തിട്ട് ഇത് അവൻ കഴിക്കുന്ന പ്ലേറ്റാണ്, ഇത് വെച്ചോ എന്ന് പറഞ്ഞ് തിരിച്ചു പോവുക. അപ്പോൾ അവർ നമ്മളെ വിളിക്കും, കയറിയിട്ട് പോകുന്നു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങാന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞെന്നുള്ളൂ. പിന്നെ അത് നമ്മൾ ഡയലോഗ്സ് ആയിട്ട് അവിടെ ചെന്നപ്പോൾ പറഞ്ഞു കയറിയിട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. അപ്പം രണ്ടാമതും പറഞ്ഞു കയറിയിട്ട് പോകുന്നു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് പോയാൽ മതി. അപ്പം 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ എനിക്കും എന്താ പോലെ ആയിപ്പോയി. എന്നാൽ വേണ്ട മോളെ എന്ന് പറഞ്ഞു. അതങ്ങനെ അപ്പോൾ വേണ്ട മോളെ എന്നുള്ളത് നാച്ചുറലി വന്ന സംഭവമാണ്. അങ്ങനെയാണ്, പറഞ്ഞാൽ വിശ്വസിക്കൂല. അല്ല, ശരിക്കും അതിൽ ആ ഒരു സൈക്കോ നേച്ചർ കാണുന്ന ഒരു സംഭവമാണ്. വേണ്ട മോളെ എന്ന് പറഞ്ഞ അങ്ങനെ തിരിഞ്ഞു പോകുന്ന സീൻ. വേണ്ടാന്ന് പറഞ്ഞ് പോയിക്കോന്നാ പറഞ്ഞത്. വേണ്ട, ഞാൻ 2 പ്രാവശ്യം നിർബന്ധിക്കാൻ ഇല്ല എന്ന് പറഞ്ഞ് പോയിക്കോന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോൾ ഇത്തിരി കൂടിപ്പോയി. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് അതിലേക്ക് വന്നു. അപ്പോൾ അതിൽ ആ ഷൂ ലേസിന്റെ കാര്യമൊക്കെ പറയുന്നത് ഡയലോഗ്സിന്റെ കാര്യം അത് ആ ഗ്രേസ് കൈന്നിട്ടതാണ്. ഷൂ ഇട്ടിട്ട് കയറാൻ മടി എന്താന്ന് വെച്ചാൽ ഷൂ കെട്ടിയിട്ട് വന്നു. അപ്പം പിന്നെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഷൂസിലേക്ക് നോക്കി അങ്ങോട്ട്. അതാ പറയാ, ഒന്നും പറയാൻ പറ്റില്ല. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ. നമ്മൾ ഫസ്റ്റ് ഷൂട്ട് ചെയ്ത സീൻ പറയുന്നത് അവർ നല്ല ഇതായിട്ടാ സപ്പോർട്ടായിരുന്നു. അതിന്റെ ക്രൂ മൊത്തം കൂടെ നിന്ന് ഷാംപുഷ്കനായാലും ക്യാമറ ചെയ്ത ഷൈജു കാലത്തുക എല്ലാം അവർ നമുക്ക് എല്ലാം വിട്ട് തന്ന ഒരു ഇതിൽ നമുക്കൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. നല്ല ഫ്രീഡം ഉണ്ടായിരുന്നു. നല്ല പുതുമുഖമാണെന്നുള്ളൊരു ഇത് നമുക്ക് കാണിച്ചു. അതിൽ ഒത്തിരി പുതുമുഖങ്ങളുള്ള ഒരു സിനിമയും കൂടി ആയിരുന്നു അല്ലേ? ഓക്കെ. അപ്പം ഫസ്റ്റ് ഷൂട്ട് ചെയ്ത സീൻ ഏതായിരുന്നു? ഇത് തന്നെയായിരുന്നു, ഗ്രേസിന്റെ കൂടെയുള്ള സീനായിരുന്നു. പിന്നെ നമ്മുടെ ബാർബർ ഷോപ്പിലേക്ക് വന്ന് അതാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു സീനാണത്. ചെല്ലുമ്പോഴാണ് ഈ സാധനത്തിനെ കാണുന്നത്. പിന്നെ സൗബിനിക്ക എല്ലാം നല്ല ഇതാണ്. ഫസ്റ്റ് നമ്മൾ തുടക്കക്കാരാണെന്നുള്ള ഒരു ഇതൊന്നും ഒന്നും കാണിച്ചില്ല, ഫീൽ ചെയ്ത് നല്ല കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ അതില് എന്തൊരു സംഭവം എടുത്ത് എറിയുന്ന അത് പുള്ളിക്കാരൻ ചോദിച്ചു, ചോദിച്ചു എൻ്റെ അടുത്ത്, എറിയണതിന് മുമ്പ് ചോദിച്ചു, ബ്രോ ഞാനിത് എറിയും, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറയാം എന്ത് ഒരു കുഴപ്പമില്ല. പിന്നെ ആ സിനിമ കണ്ടപ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഫഹദിന്റെ സ്വന്തം ചേട്ടനാണോ അതോ ആ കടയിൽ നിന്നൊരു ആളാണോ? മിക്ക ആൾക്കാരും ചോദിച്ചത് ശരിക്ക് സ്ക്രിപ്റ്റില് സ്വന്തം ചേട്ടനാണ്. അപ്പൊ ചേട്ടൻ ആരെങ്കിലും സൈക്കോ ആണ് അതില്? എനിക്കതൊന്നും പറഞ്ഞല്ല, സൈക്കോ ആളുകളുടെ ഓക്കെ. നമ്മൾ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ നമുക്ക് തോന്നിയൊരു, എന്നോട് ഞാൻ സൈക്കോണെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ആൾക്കാരെ സൈക്കോ ആക്കി എടുത്തു. ഓക്കെ. അപ്പൊ ഈ കുമ്പളങ്ങി കഴിഞ്ഞ് പിന്നെ ചെയ്തൊരു മൂവി ഏതായിരുന്നു? പിന്നെ ഷൂട്ടിംഗ് ചെയ്തൊരു മൂവി ഏതായിരുന്നു? പിന്നെ വന്നത് കനകം കമ്പനി കലഹം, അതിന്റെ ഷൂട്ടിംഗ് ആയിരുന്നു. അതായിരുന്നു. അതിലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു നല്ലൊരു സംഭവമായിരുന്നു. അത് ഈ കൊറോണ സമയത്ത് കുമ്പളങ്ങി ഇറങ്ങിയ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കൊറോണ വന്നത്. ഒത്തിരി പ്രോബ്ലം ആയി. അപ്പൊ പിന്നെ ഒരു സിനിമ പറഞ്ഞത് പോകാൻ പറ്റിയില്ല, ചെയ്യാം, അങ്ങനെ കുറെ പ്രോബ്ലംസ് ഒക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് തന്നെ കനകം കിട്ടി. കനകത്തിലും ശരിക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രമായിരുന്നു. നല്ലൊരു ഇതായിരുന്നു. പിന്നെ അതിൽ ആ ഒരു ഫൈറ്റ് സീനൊക്കെ ഭയങ്കര ഒരു ഏറ്റവും ലാസ്റ്റ് എല്ലാവരും കൂടി വരുന്ന ഒരു സീനൊക്കെ ഭയങ്കര എങ്ങനെയായിരുന്നു അതിലത്തെ ഒരു എക്സ്പീരിയൻസ്? അത് നമ്മുടെ പരിചയമുള്ള ആൾക്കാർ തന്നെ, രാജേഷ് മാധവന് അതിലുണ്ടായിരുന്നു, കാസ്റ്റിംഗ് ഡയറക്ടർ കൂടിയായിരുന്നു. അങ്ങനെ വിളിച്ചു. പിന്നെ അതൊരു കൊറോണ സമയമായിരുന്നല്ലോ, നമുക്ക് 1 മാസം ഞങ്ങൾ ആ ഹോട്ടലിൽ തന്നെ ആയിരുന്നു. അതെയോ? ആ സിനിമയിൽ കാണുന്ന ആ ഹോട്ടൽ തന്നെ ആയിരുന്നു? ആ ഹോട്ടലിൽ തന്നെ, പുറത്തൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. കാര്യം കൊറോണ ടെസ്റ്റ് ചെയ്ത് അതിനകത്ത് കയറ്റി 1 മാസം നമ്മളവിടെ തന്നെ, പുറത്തിറങ്ങാനേ പറ്റില്ലായിരുന്നു. അങ്ങനെ തന്നെ ഒരു സമയത്ത് ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു. ഭയങ്കര ഡിഫറൻസ്. നല്ല നമുക്കൊരു ക്യാമ്പസ് ഒരു ഫീലായിരുന്നു. കാരണം എല്ലാവരും ഷൂട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം എല്ലാവരും ലോബിയിൽ വരിക, നല്ല ഇതായിരുന്നു. യോഗ ഇൻസ്ട്രക്ടർ ആണെന്ന് കേട്ടിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങനെയാണ് ശരിക്കും ഈ സിനിമയിലേക്ക് എത്തിയത്? ഇല്ല, ഞാൻ യോഗ മെഡിറ്റേഷൻ പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ആയുർവേദ ഇപ്പോഴും ഉണ്ട്. ഇപ്പം ഇടയ്ക്കൊക്കെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചെയ്യും.
അപ്പൊ എങ്ങനെയാണ് അത് ഒരു ഞാൻ വിട്ടാറില്ല. സിനിമാ നടനിലേക്ക് എത്തിയ ഒരു ഇവല്യൂഷൻ എങ്ങനെയായിരുന്നു? ഇല്ല, ഞാൻ പഠിക്കുന്ന സമയത്ത് മുതൽ ഉണ്ട് നാടക പരിപാടികൾ കാര്യങ്ങളുണ്ട്. പിന്നെ ഇങ്ങനെ ട്രെയിനിങ് എനിക്ക് പഠിക്കുന്ന വന്നത് സമയത്ത് ഉണ്ട് കോളേജിൽ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ കലാഭവനിൽ സാധാരണ എല്ലാവരും കലാഭവനിൽ മിമിക്സ് പഠിക്കാനായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ പോയത് അന്ന് എനിക്ക് നാടകത്തിൻ്റെ ആഴ്ചയിൽ ഒരു ദിവസം നാടക ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ നാടകം അവതരണം പിന്നെ അങ്ങനെ ആക്ടിങ്ങിനെ കുറിച്ചുള്ളൊരു ക്ലാസ്, അതിന് പിള്ളേർ കുറവാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് പോകുന്നത്. അതാണ് ശരിക്കും ടേണിംഗ് പോയിന്റ് വന്നത്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് അവിടെ ശരിക്ക് ഞാൻ ഈ കലാഭവനിൽ പോകുന്നത് നമ്മുടെ ഒരു ഫ്രണ്ട് അവിടെ ഗിറ്റാറിൻ്റെ ഉണ്ട്. അപ്പോൾ പുള്ളി പഠിക്കാൻ പോകുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ കൂടെ പോയതാണ്. അപ്പം പുള്ളിക്കാരൻ അവിടെ ക്ലാസ് ഇരിക്കുമ്പോൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ അവിടെ ബോർഡ് ഇങ്ങനെ നാടക കളരി. അപ്പോൾ അങ്ങനെ ഇത് കൊള്ളാലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശരി ഞായർ ക്ലാസ് ചെയ്യുന്നത്. കുറച്ചാൾ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് 4-5 വർഷം അങ്ങനെ നാടക പരിപാടികൾ അങ്ങനെ. ആ സമയത്ത് ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പോവുക, സിനിമയിൽ ചാൻസ് അന്വേഷിക്കുക. അങ്ങനെ നീണ്ട ഒരു ഒന്ന് ബ്രേക്ക് വന്നത് കുമ്പളങ്ങിയിലാണ്. അപ്പൊ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ടോ? കാരണം ഇത്രയും നാളൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ട് പോയി, ഇനി ഇത് വേണ്ടാന്നൊരു തോന്നൽ വിഷമമുണ്ടായിട്ടുണ്ട്. ഇത്രയായല്ലോ കഷ്ടപ്പെട്ടിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ, ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ നിർത്തിപ്പോയ ഫീൽഡ് നിർത്തിയാലോന്നൊക്കെ തോന്നിയിട്ടോ ആ സമയത്ത്. ഇനിയിപ്പോൾ അതിന് വേണ്ട, നമ്മുടെ ജീവിതം നിൽക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുമ്പളങ്ങിയിലേക്കുള്ളൊരു ഇത് വന്നത്. കാരണം പല ജൂനിയർ ആർട്ടിസ്റ്റുകളും തുടങ്ങിയത് അവസാനിക്കുന്നതും ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പാർക്ലിങ് പോലെയായിരുന്നു നമ്മുടെ കുമ്പളങ്ങി. എനിക്ക് ഒരുപാട് അത്രക്ക് പാഷനാണ്. കാരണം എനിക്ക് അതിനു വേണ്ടി തന്നെയാണ് ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ സിനിമയിലാണല്ലോ നമുക്കറിയാം. ഇപ്പോൾ ദൈവം ഇതുകൊണ്ട് ഇപ്പം കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയിലേക്ക് വരാനായിട്ട് നാടകം അല്ലാതെ എന്തൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു? ആരുടെയെങ്കിലും സിനിമകൾ കണ്ടിട്ടാണോ? നമ്മുടെ ഇപ്പം മമ്മൂക്കേനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. മമ്മൂക്ക മാത്രമല്ല, ലാലേട്ടൻ്റെ പടങ്ങളും എല്ലാം ഞാൻ ആ പേരിൻ്റെ കൂടെ പറഞ്ഞതാണ്. രണ്ടുപേരും മമ്മൂക്ക ഏതെങ്കിലും സിനിമകൾ കണ്ടിട്ടാ എനിക്ക് ഇതുപോലെ അഭിനയിക്കണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു? ഇപ്പോൾ ഈ പറഞ്ഞ അർത്ഥം സിനിമ എന്നെ സ്വാധീനിച്ചാണ്. പിന്നെ അതേപോലെ ലാലേട്ടൻ്റെ കിരീടം അതൊക്കെ കാണുമ്പോൾ അതുപോലെ നല്ല നല്ല ക്യാരക്ടർ ചെയ്യണം എന്നൊക്കെ തോന്നും. ഈ യോഗ ഇൻസ്ട്രക്ടറായിട്ട് എങ്ങനെയാണ് ആ ഒരു ടേണിംഗ് പോയിന്റ് അതിലേക്ക് മാറിയത്? ഇല്ല, യോഗ എൻ്റെ പ്രൊഫഷനാണ്. ഞാൻ ഇത് കഴിഞ്ഞത് യോഗ, ആയുർവേദ തെറാപ്പി അതൊക്കെയാണ്. അപ്പോൾ ഞാൻ കുറച്ചാൾ ഗോവയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്ന. പിന്നെ സിനിമയും കാര്യങ്ങളൊക്കെ അപ്പം തിരിച്ചിങ്ങോട്ട് വന്നു. അതുപോലെ നമ്മുടെ ഈ പേരല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ് സീരീസ് ഉണ്ടല്ലോ, അതിൽ ലുക്ക് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഒരു 80s 90s ഒരു ടൈപ്പ് ഓഫ് ലുക്കാണ്. അപ്പോൾ ആ ലുക്കിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്? ലുക്ക് അതിൻ്റെ റൈറ്ററാണ് ഇപ്പം നമ്മുടെ അമ്പലനടയിൽ ദീപുവിൻ്റെ. അപ്പം വന്നപ്പോൾ തന്നെ അതിൻ്റെ ഡയറക്ടറും റൈറ്ററും വിളിച്ച് പറഞ്ഞു, പിന്നെ ഒരു കമൽഹാസൻ ഫാനാണ് പുള്ളി. ആ ഒരു 83-ലുള്ള കമലിൻ്റെ ഒരു സ്റ്റൈലും അതൊക്കെയാണ്. അപ്പം അങ്ങനത്തെ ഇതിലാണ് നമുക്ക് പിടിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ റെഫറൻസ് കമൽ ഫാനാണ് പുള്ളി. ഹെയറൊക്കെ അതേപോലെ കണ്ടില്ലായിരുന്നു, അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ലുക്കായിരുന്നു. അതുപോലെ തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ എത്ര സമയം എടുത്തിരുന്നു? അതില് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി 1 മണിക്കൂർ. 1 മണിക്കൂറും നമ്മളിപ്പോൾ 8 മണിക്ക് ഷൂട്ടാണെങ്കിൽ ഇപ്പം 6:30 ആകുമ്പോൾ അവിടെ എത്തും. മേക്കപ്പ് ഒക്കെ ഇട്ട് സമയം കൊടുക്കും. അത്രയും ടൈം എടുത്തിരുന്നു അല്ലേ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ? ആ ഒരു വെബ് സീരീസിൽ ഒരു കോഴിയുടെ പുറകിൽ ഓടുന്ന സീനുണ്ട്. അത് സ്റ്റണ്ട് മാസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു മറ്റേ തമിഴ്നാട്ടിലെ. എങ്ങനെ ഓടിയ കോഴിയുടെ പുറകെ? അത് ആ കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ആക്ടറാണ്. വിളിച്ചങ്ങനെ വിളിച്ച് കറക്റ്റ് വരും. പിന്നെ അതിൻ്റെ ട്രെയിനർ ഉണ്ടായിരുന്നു, വിളിച്ചാൽ വരുന്ന പേരുണ്ടായിരുന്നു. അതിന് ഡൂപ്പ് ഉണ്ടായിരുന്നു. 2 പേരാണ് അവര്, 2 കോഴിയായിരുന്നു. ഒന്നിനെന്തെങ്കിലും പറ്റിയപ്പോൾ ആ മറ്റവൻ വരും. അവൻ അഭിനയിച്ചില്ലെങ്കിൽ അയാള് മറ്റേ ട്രെയിനർ പറയുന്നല്ലോ. അപ്പം അതിൻ്റെ പുറകിലൂടി ഒന്ന് കുറച്ചു നേരം അതിനായിട്ട് പിടിച്ച് ഇതായി. ആദ്യം നടക്കണ്ടായില്ല, പിന്നെ ഒന്ന് അതിൽ കുറച്ചൊരു കോമഡി ടൈപ്പ് ഓഫ് ഒരു ഇതാണ്. ആ ഇടികിട്ടിയൊക്കെ ഇങ്ങനെ വീണിട്ടൊക്കെ വരുന്ന ശരിക്കും എന്തെങ്കിലും പറ്റിയിരുന്ന അന്ന്? ആ കൈയൊക്കെ ചെറുതായിട്ട് പൊട്ടി ഒരഞ്ഞ് കൈ ഒരഞ്ഞ് ഇങ്ങനെ സ്ലിപ്പാണ് സീനിലൊക്കെ. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു വെബ് സീരീസിലേക്ക് വന്നൊരു വരവ്? ഇല്ല, ഇപ്പം ഇതുപോലെ അങ്ങനെ ഒരു കണ്ടിട്ട് വിളിച്ചതായിരിക്കും. സാധാരണ സിനിമ കൊണ്ട് നേരത്തെ എനിക്ക് ഓഡിഷൻ ഒന്നും ഉണ്ടായില്ല. എനിക്ക് നേരത്തെ പരിചയം ഉണ്ടായിരുന്നില്ല അവരായിട്ടൊന്നും. അപ്പം നമ്മൾ കുമ്പളങ്ങിയിൽ മാത്രമാണോ ഓഡീഷനിലൂടെ? കുമ്പളങ്ങി മാത്രമേ ഓഡിഷന് പോയി. പിന്നെ വിളിച്ചത് കാര്യം ഈ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് അത്ര ഒരു
ഇതാവണ ടൈപ്പ് അല്ല. ഇടിച്ച് കയറാനൊരു മടിയാണ്. അത് എല്ലാവരോടും എല്ലാവരും റോൾ ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ടൊരു മടിയാണ്. എന്നാലും ഇപ്പൊ ചോദിച്ചു തുടങ്ങിയാറുണ്ട് പരിചയക്കാരോടൊക്കെ. ഇപ്പം അഭിനയിച്ചിരിക്കുന്നത് ഒട്ടുമിക്ക നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെയാണ്. അപ്പം അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്, അവരുടെ നിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ടിപ്പ് എന്താണ്? ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ആസിഫ് അലിയുടെ കൂടെ ഒക്കെ ഇപ്പം അഭിനയിച്ചല്ലോ, ഇത്രയും കാര്യം കൂടെ അഭിനയിക്കുന്നവരെയൊക്കെ ഇത്രയും ഇത് ചെയ്യുന്ന, ഞാൻ ഇതായി പറയുന്നില്ല, കാര്യം നമ്മൾ അഭിനയിക്കാൻ വന്നപ്പോൾ മാറി, കാര്യം തുടക്കക്കാരനാണെന്ന് പറഞ്ഞാൽ ഞാൻ മാറിയിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇടിച്ച് കയറുന്ന ഒരു സ്വഭാവം എനിക്കില്ല. എവിടെ ഇപ്പോൾ സെറ്റിൽ ചെന്നാലും ഞാൻ അവിടെ എവിടെയെങ്കിലും മാറി വിളിക്കണം. പുള്ളിയൊക്കെ ആസിഫ് അലിയൊക്കെ വിളിച്ച് നമ്മളെ ഇതാക്കി കംഫർട്ടാക്കി. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഇപ്പോൾ സിനിമയിൽ സ്പോയിലർ ആവുമെന്ന് അറിയില്ല, പറയാൻ പറ്റില്ല, മേക്കപ്പ് വെച്ച് ഇതുണ്ടായിരുന്നു, ഒരു പ്രത്യേക ടൈപ്പ് മേക്കപ്പ് ഒക്കെ ഇതിന് സിനിമയ്ക്ക് വേണ്ടി ഇപ്പം ഇറങ്ങുന്ന ഉണ്ട് തലവനിൽ. അപ്പം മേക്കപ്പ് കുറേ ഇട്ട് ഇങ്ങനെ ഇരിക്കരുത്. അപ്പം ആദ്യം വന്ന ആർട്ടിസ്റ്റിന് അപ്പം ആസിഫ് അലി മറ്റവരൊക്കെ മേക്കപ്പ് അയക്കണപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇത് ഹെവി മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഡ്രസ്സ് ആസിഫ് അത് കണ്ടിട്ട് പുള്ളി മേക്കപ്പ് അവരെ വിളിച്ചിട്ട് പറഞ്ഞു പുള്ളീനെ ഇങ്ങനെ ഇരുത്താൻ പറ്റില്ല, പുള്ളീൻ്റെ ആദ്യം സെറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവർ അപ്പം തന്നെ എൻ്റെ കഴിപ്പിച്ചിട്ടാണ് അത്ര അങ്ങനെ കുറേ കാര്യം നമ്മുടെ അടുത്ത് വന്നിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇതാണ്, ഇങ്ങനെ പെരുമാറണം. അതേപോലെ കനകം കാമ്പനിയിലെ നിവിൻ പോളിയും നമ്മൾ തുടക്കാരാണെന്നുള്ളൊരു ഇതിലാണ്ട് നമ്മളോട് നല്ല കമ്പനിയായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ബിജു മേനോനൊക്കെ ആയിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു? നമ്മൾ പറയാൻ പാടില്ല. ഓക്കെ, അപ്പം നമ്മൾ സ്പോയിലർ ആക്കണ്ട, എല്ലാവരും തിയേറ്ററിൽ പോയി കാണട്ടെ. തിയേറ്ററിൽ പോയാണ് കാണുന്നത്. എല്ലാവരും നല്ല നല്ല അഭിപ്രായങ്ങളാണ് പറയണത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ഒന്നും പറയുന്നില്ല. സന്തോഷമുണ്ട്. ഈ സിനിമ കണ്ടിട്ട് ആരെങ്കിലും വിളിച്ചിരുന്നോ? പിന്നെ ഇപ്പം വിളിച്ചുകൊണ്ടിരിക്കും, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. പ്രതീക്ഷിക്കാത്തൊരു മുഖമായി കണ്ടു എന്നങ്ങനെ പറഞ്ഞിരുന്നോ? ഞാൻ ചിലരോട് പറഞ്ഞില്ല ഇങ്ങനെ ഉണ്ട്, സിനിമയിലുണ്ട് തന്നെ പറഞ്ഞില്ല. അങ്ങനത്തെ ഒരു ഇത് പറഞ്ഞു. പിന്നെ എല്ലാവരും വിളിച്ച് നല്ല അഭിപ്രായമാണ്. ഈ സിനിമകൾ ഇപ്പം ഇത്രയും പടങ്ങൾ ചെയ്തു, ഏറ്റവും വലിയൊരു അപ്രിസിയേഷൻ ആരുടെ കിട്ടിയത്? ടച്ചിങ് ആയിട്ട് ഇങ്ങനെ ഓർത്ത് വെക്കുന്നത് പടം ഇപ്പം കനകം കാമിനി കലഹം അത് കഴിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് വിളിച്ച് മറ്റേ ഷൈജു കുറുപ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്പർ എടുത്തിട്ട് വിളിച്ചു, ബ്രോ ഞാൻ ഷൈജു കുറുപ്പാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ ഷൈജു കുറുപ്പ് കളിയാക്കല്ലേ, ആരാണെന്ന് ചോദിച്ചു. ഇല്ല ഞാൻ തന്നെയാണ്, ഷൈജു ആണ്, ഞാൻ പടം കണ്ടു, ബ്രോയുടെ നമ്പർ എനിക്ക് ഒരാൾ എടുത്താണ്, നന്നായിട്ടുണ്ടെന്ന്. അപ്പോൾ അതെനിക്ക് ഇത്. പിന്നെ അതേപോലെ വിനയ് ഫോർട്ട് വിളിച്ച്, അങ്ങനെ ഒരുപാട് പേര്. ഓക്കെ, അപ്പം സൈജുവേട്ടനായിട്ട് ഇപ്പം നല്ലൊരു കണക്ഷൻ ആണ്. മെസ്സേജൊക്കെ വിടും. ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങോട്ട് ഇടിച്ച് കയറാത്തതുകൊണ്ട് വിളിക്കാറുന്നില്ല, അങ്ങോട്ട് വിളിക്കുന്നു. ഓക്കെ, നമ്മൾ ഹോട്ട്സ്റ്റാറിൽ ഇറങ്ങിയിട്ടുള്ള ആദ്യമൊരു മലയാള വെബ് സീരീസാണ് കേരള ക്രൈം ഫയൽ. അപ്പം അതിൽ ശരിക്കും പറഞ്ഞ ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തത്. എനിക്ക് ഒരുപാട് പേര് വിളിച്ച് ഇത് കിട്ടിയത്. പൊതുവെ അതിന്റെ സ്ക്രിപ്റ്റിങ്ങും എല്ലാം ഭയങ്കര അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു വെബ് സീരീസ് ആയിരുന്നു. അപ്പം അതിലൊരു ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞപ്പം എങ്ങനെയായിരുന്നു? എന്തെങ്കിലും ഒരു വെല്ലുവിളി നേരിട്ടിരുന്നോ? ഇല്ല, അതും ഇത് പെട്ടെന്ന് ഇതുപോലെ ഇങ്ങനെ വിളിച്ചു, കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അഹമ്മദ് സാറിനെ പോയി കണ്ടു. അപ്പം ഇന്നതാണ് ക്യാരക്ടർ, എല്ലാം ഇതുപോലെ പെട്ടെന്നാണ് സംഭവിക്കുന്നത്. ഷൂട്ട് തുടങ്ങാനൊക്കെയാണ്, ക്യാരക്ടറാണ് ചെയ്യാൻ ഇത് പറ്റില്ല. ഞാൻ പറഞ്ഞു അതിനെന്താ സാറേ, അപ്പോൾ പെട്ടെന്ന് തയ്യാറെടുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എനിക്ക്. ഞാൻ ചോദിക്കാൻ വരുന്നത് അതായിരുന്നു, എന്തെങ്കിലും നമ്മൾ ക്യാരക്ടേഴ്സിന് മുമ്പ് തയ്യാറെടുപ്പുകളൊക്കെ എടുക്കാറുണ്ടോ? ചില ക്യാരക്ടേഴ്സൊക്കെ ഞാനില്ലേ പൊതുവെ ഇങ്ങനെ എല്ലാവരും ഒന്ന്, കാര്യം നമ്മൾ വലിയ ആക്ടർ ഇതൊന്നുമല്ല, എന്നാലും എല്ലാവരും വാച്ച് അത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. പറയണ പോലെ നമ്മുടെ ജീവിതം ഇപ്പം ഈ ഓരോ വലിയ ആളുകൾ പറയണ ജീവിതാനുഭവങ്ങൾ, അതൊരുപാട് കാര്യം നമ്മൾ ഈ വന്ന സ്ട്രഗിള്, കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, അങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത്. കാര്യം നമുക്ക് ആരോ റെക്കമെൻഡ് ചെയ്യാനോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ് ആരുമില്ല, എന്നോ സിനിമയ്ക്ക് ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ ചോദിച്ചു, കഷ്ടപ്പെട്ട് ലൊക്കേഷനിൽ പോയി, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി. അപ്പോൾ ആ കാര്യങ്ങളും അനുഭവങ്ങൾ അതൊക്കെ നമുക്ക് സിനിമയിൽ ചെയ്യാനായിട്ട് ഒരു ഇത് ഹെൽപ്പായി. എന്തെങ്കിലും റെഫറൻസുകളൊക്കെ എടുക്കാറുണ്ടോ? നമ്മൾ ഈ പേരല്ലൂരല്ലാതെ തന്നെ വേറെ ഏതെങ്കിലും മൂവീസ് ചെയ്യുന്ന സമയത്ത് റെഫറൻസുകളൊക്കെ എടുക്കാറുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പ്രിപ്പറേഷൻസ് ചെയ്യാറുണ്ടോ? കാര്യമായിട്ടില്ല. ഇല്ല, കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. ഡയറക്ടേഴ്സ് ആക്ടറാണോ? ഡയറക്ടർ പറയുന്ന പോലെയാണോ? എന്നാലും നമ്മൾ
മിക്കവും അധികം ബുദ്ധിമുട്ടിക്കാണ്ട് ചെയ്ത് കൊടുക്കുക, അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ഡയറക്ടേഴ്സ് പറയട്ടെ, ഞാൻ അധികം അവരെയൊന്നും ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നുള്ളത്, പെട്ടെന്ന് തന്നെ ഓക്കെ ആവാറുണ്ട്. ഈ കേരള ക്രൈം ഫയലിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എപ്പോഴെങ്കിലും പൊളിറ്റിക്സിലേക്ക് വരാൻ താല്പര്യമുണ്ടോ? ഇല്ല, രാഷ്ട്രീയം അങ്ങനത്തെ ഒന്നുമില്ല. എല്ലാവരും നല്ല ഇതിൽ നിൽക്കണം എന്നുള്ളൊരു രാഷ്ട്രീയം ഒട്ടും മനസ്സിലുമില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാനില്ല? രാഷ്ട്രീയം താല്പര്യമില്ല, ഒന്നുമില്ല. നമ്മൾ ഓക്കെ, എല്ലാവരും ഒന്നാണ്. എല്ലാ മനുഷ്യനും ഈ തല്ലുപിടിക്കും പ്രശ്നങ്ങൾ ഒന്നുമില്ലാണ്ട് എല്ലാവരും സമാധാനത്തിൽ പോകണം എന്നുള്ള അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, ശരിക്കും അതിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു ചെയ്തത് നമ്മുടെ കേരള ക്രൈം ഫയലിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റാണ് ലാസ്റ്റിൽ കണ്ടത്. അതായത് നമ്മൾ ഒരാളെ തന്നെ ഫോക്കസ് ചെയ്ത് പോയിട്ട് ലാസ്റ്റ് ഇതല്ല ആളെന്ന് മനസ്സിലാക്കിയൊരു ഇതുണ്ടായിരുന്നു. അപ്പം അതിലൊരു ടഫ് ലുക്കായിട്ടുള്ളൊരു കഥാപാത്രം തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇതല്ലാതെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് ഈ ഒരു ടഫ് ലുക്ക് സൈക്കോ മാറി. എനിക്ക് ശരിക്കും കോമഡി ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ കോമഡി ചെയ്യണമെന്ന് ഭയങ്കര താല്പര്യമുണ്ട് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ വരുന്നത് കൂടുതലും ഒരു ഇത്തിരി നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രങ്ങളാണ്. വരുമെന്ന് പ്രതീക്ഷിക്കണം, ഇനി കിട്ടും എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും റോൾസ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഒരു തോന്നിക്കുന്ന എന്തെങ്കിലും ഒരു കഥാപാത്രങ്ങളുണ്ടോ? അതായത് കോമഡി, പിന്നെ ഇപ്പോൾ വില്ലനും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തു. അപ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടായിട്ട് ഇനി മുന്നിൽ കാണുന്നത്? അല്ല, ചെയ്യാൻ ബുദ്ധിമുട്ടാണോ? ചെയ്യാൻ ബുദ്ധിമുട്ട് ശരിക്കും കോമഡി തന്നെയാണ്. ചാൾസ് എന്റർപ്രൈസസ് എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയായിരുന്നു. നല്ലൊരു കണ്ടോ എന്നറിയില്ല, കണ്ടായിരുന്നു. അതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നമ്മൾ ഉർവശി, ഞാൻ അതിലേക്ക് വരികയായിരുന്നു. ഉർവശേഷിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സീൻ എങ്ങനെയായിരുന്നു? കാരണം ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ആക്ട്രസ് ആണ്. അപ്പോൾ എന്താ അത് ഇപ്പം ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഡയറക്ടർ അതിൻ്റെ സുബ്രഹ്മണ്യൻ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോൾ ഡയലോഗ് നീ നമുക്ക് തന്നത് അല്ലാണ്ട് ചില സമയത്ത് ചേച്ചി കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇടും കേട്ടോ, അപ്പോൾ അതൊന്ന് പ്രിപ്പയർ ആയിക്കോ എന്ന് പറഞ്ഞു. എന്തെങ്കിലും സംഭവങ്ങൾ അപ്പോൾ അതേപോലെ തന്നെ അവർ കയ്യിൽ നിന്ന് എന്തെങ്കിലും സംഭവം സംഭവിച്ചു. അവർ മറ്റേ ബെല്ലടിക്കുന്ന സീനിലൊക്കെ എന്താണെന്ന് വെച്ചാൽ എനിക്കിത് കണ്ണ് കണ്ടുകൊടുക്കാം അവിടെ മറ്റേ സ്വിച്ച് ഇരിക്കുന്ന, അപ്പോൾ അയ്യോ അപ്പം ഞാനത് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അടിക്കണം. അപ്പം അങ്ങനെ പടങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ട് ആളെ നേരിട്ട് കണ്ടപ്പോൾ ആദ്യം എന്താ ആളോട് പോയി സംസാരിച്ചേ? അല്ല, ഞാൻ അവരുടെ അനുഗ്രഹം മേടിച്ചു. ഫസ്റ്റ് അത്രയും സീനിയർ ആർട്ടിസ്റ്റ് അല്ലേ, അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങാം. അപ്പം വലിയൊരു ഇതായിരുന്നു അവരുടെ അനുഗ്രഹം മേടിച്ചു. ആ ഒരു സെറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു ഫണ്ണി ഇൻസിഡന്റ് എന്തായിരുന്നു? എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നും അതിലുണ്ടായിരുന്നില്ല. അതൊരു 3 ദിവസം കൊണ്ട് തീർന്നു അത്. അതെ അല്ലേ? അപ്പോൾ അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ എവിടെയായിരുന്നു? ഷൂട്ടിംഗ് സിറ്റി തന്നെ, എറണാകുളത്ത് തന്നെയായിരുന്നു. ജിസ് ജോയുടെ ഈ ഒരു പടം പൊതുവേ നമ്മളൊരു ഫീൽ ഗുഡ് മൂവീസ് ആണ് ആളിങ്ങനെ കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ത്രില്ലർ വേർഷൻ ചെയ്യുന്ന സമയത്ത് ആളെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു തന്നിരുന്നത്? അതൊന്നും പറയണ്ട, കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വന്ന ഒരു സംഭവമാണ് ജിസ് ജോയ് സാറിൻ്റെ ഇത്. കാര്യം ഞാൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ അതിൻ്റെ കൺട്രോളർ വിളിച്ചിട്ട് പറയണം ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ആ സമയത്ത് ഞാൻ മറ്റേ പേരല്ലൂരിൻ്റെ ഷൂട്ടായിരുന്നു. പേരല്ലൂരിൻ്റെ ഷൂട്ടിൻ്റെ ആ സമയത്താണ് ഇവർ വിളിക്കുന്നത്. കാര്യം അവിടെ നിന്ന് പെട്ടെന്ന് വരാനും പറ്റില്ല. അത് കണ്ണൂരായിരുന്നു, ഇതും കണ്ണൂർ. പേരല്ലൂർ വയനാടായിരുന്നു. വയനാട് നിന്ന് പെട്ടെന്ന് വിളിച്ചിട്ട് അങ്ങനത്തെ. അപ്പം ഞാനെന്ത് ചെയ്യുന്നറിയോ, ഒരേ സമയത്ത് ഇത് തന്നെ അവിടെ അതിൻ്റെ അസോസിയേറ്റും നമ്മുടെ ഈ പുള്ളിയുടെ ജിസ് സാറിനോട് സംസാരിപ്പിച്ചിട്ട് നോക്കി ഡേറ്റ് നമ്മുടെ എന്നിട്ട് വന്നിട്ട് ഇവിടെ വന്ന് ചെയ്ത്. അപ്പോൾ രണ്ടും ഒരേ സമയത്താണോ? ഒരേ സമയത്തായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ജിസ് സാറിനെന്ന് പറഞ്ഞാൽ ശരിക്കും സ്കൂളാണ്. പിന്നെ അയ്യോ ഒന്നും പറയാനില്ല. പഠിച്ച് പുള്ളിക്ക് തൃപ്തി വരുന്നവരെയൊക്കെ എന്താ വേണ്ടത് സാധനം കിട്ടണം, അതുപോലെ ചെയ്യിപ്പിക്കുക. അത് ആരാണെങ്കിലും, അതിപ്പം എത്ര വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും പുള്ളി അത് കിട്ടുന്നവരെ കറക്റ്റായിരിക്കും അതിൻ്റെ മീറ്റർ പിടിച്ച് ചെയ്യിപ്പിക്കും. അതേപോലെ പുള്ളിയുടെ സ്പെഷ്യൽ ഡബ്ബിങ്ങിലും ഭയങ്കരമായിട്ട് പിടിക്കും. നോക്കിയാട്ടെ കറക്റ്റ്. കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. നന്നായിട്ട് നല്ല ഹാർഡ് വർക്ക് എല്ലാവരും, ഞാൻ മാത്രമല്ല. ആ സിനിമ അതിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. സത്യം അത്രയും അതിൽ എല്ലാവരും ഹാർഡ് വർക്കായിരുന്നു. അത്രയും ബുദ്ധിമുട്ടിയ ഒരു സിനിമയാണത്. ഇതിപ്പോൾ 2 സിനിമ ഒരേ സമയത്താണ് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ക്യാരക്ടേഴ്സും 2 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു സ്വിച്ചിങ് ഉണ്ടായിരുന്നത്?
രണ്ടും ഓപ്പോസിറ്റ് ആയിരുന്നു. അതെ പറഞ്ഞു, അതാണ്. രണ്ടും അപ്പൊ ഇത് opposite. പറയാൻ പറ്റില്ല, ഇതിപ്പം സ്പോയിലർ ആവണോ ഇത് പറയാനും പറ്റില്ല. രണ്ടും വ്യത്യാസമാണ്. ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നോ? ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഇങ്ങനെ പൊതുവെ ഇങ്ങനെ നടന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ ആ ഒരു ക്യാരക്ടറിൽ മുഴുകിയിരിക്കും എന്നുള്ളത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു അങ്ങനെ സംഭവമൊന്നുമില്ല, ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തോ ഈശ്വരാധീനം സംഭവങ്ങള്. ഇനിയിപ്പോ ഏത് ഇനിയിപ്പോ ഇറങ്ങാൻ ഗോളം എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അത് ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ള സംഭവം പിടിച്ചേക്കണം. ആദ്യമായിട്ടാണ് അത്രയും ഒരു ലീഡിങ് ക്യാരക്ടർ ഞാൻ ചെയ്യുന്നത്. അതെ, ഗോളത്തിന്റെ ട്രെയിലറിൽ തന്നെ ചേട്ടനെ വെച്ചിട്ടാണ് തുടങ്ങണത്. ഞാൻ ഇതുവരെ ചെയ്യാത്തതിൽ ഒരു വ്യത്യസ്തമായ ഒരു കഥാപാത്രം അവർ ആദ്യമായിട്ടാണ് അങ്ങനെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ട്, വലിയ ആർട്ടിസ്റ്റൊക്കെ ഉണ്ട്. മറ്റേ സണ്ണി വെയിൻ, ദിലീഷ് ചേട്ടൻ, അലൻസീർ, പിന്നെ നായകൻ സഞ്ജീവ്. അതിപ്പോ എത്ര ദിവസത്തെ ഷൂട്ടിംഗ് ആയിരുന്നു? അത് ഒരു 28 ദിവസത്തോളം ഉണ്ടായിരുന്നു. വൈക്കത്തായിരുന്നു. ത്രൂ ആയിട്ടുള്ള ക്യാരക്ടറാണ്. നല്ല. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു മൂവിയിലുള്ള എക്സ്പീരിയൻസ്? അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ താമസിച്ചുകൊണ്ട് ആയിരുന്നു. എല്ലാവരും നല്ല കുറേ പുതുമുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഒരു ക്യാമ്പസ് ഇതായിരുന്നു, നല്ല ഫീലായിരുന്നു. ഡയറക്ടർ സംജാദ് ഒക്കെ എല്ലാം ചെറുപ്പക്കാരായിരുന്നു. ഈ വരുന്ന 7th റിലീസാണത്. ഓക്കെ, നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ് ആ ഒരു പടം കാണാനായിട്ട്. ഓക്കെ, ഇനി ഏത് ഡയറക്ടറുടെ കൂടെ അഭിനയിക്കാനാണ് താല്പര്യം? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പത്തി പണിയാണ്. അങ്ങനെയൊന്നുമില്ല. പെട്ടെന്ന് ഒരാളുടെ പേര് പറയാൻ പറഞ്ഞ ഇനിയിപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റേ ഡയറക്ടേഴ്സിനൊക്കെ പണിയാവില്ല. അല്ല, എല്ലാ ഡയറക്ടേഴ്സിന്റെ കൂടെ നമുക്ക് എന്തായാലും അഭിനയിക്കണം. എന്നാലും ഏറ്റവും കൂടുതൽ ഒരു ഇങ്ങനെ ഒരു ആഗ്രഹമായിട്ട് നിൽക്കുന്നത് സത്യം മനസ്സിൽ തട്ടി പറയണോ? ജിസ് ജോയ് തന്നെ. ഇല്ല, ബാക്കി എല്ലാവരും അവിടേക്ക് എന്നെ ഒന്നും കൂടി പോകണമെന്നുണ്ട്. എല്ലാവരും താല്പര്യമാണ്. പുള്ളിയുടെ കൂടെ ചെയ്തപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റില്ലേ? എങ്ങനെയാണെന്ന് എന്താണ് ഇതൊക്കെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന് നടന്ന് പുറത്തേക്ക് എടുത്തോ? ഓക്കെ, ഇപ്പൊ ഒരു സിറ്റുവേഷൻ ഞാൻ പണിയാവോ ഇങ്ങനെയൊക്കെ പറഞ്ഞ? ഞാൻ അത് ഇന്റർവ്യൂ ഒന്നും പോയിട്ടില്ല. ഞാൻ രണ്ടാമത്തെ ഒരു പണിയാവില്ല. ഇപ്പം ഒരു സിറ്റുവേഷൻ ഞാൻ അങ്ങോട്ട് തരാം. ഇപ്പം നമ്മൾ മമ്മൂക്കയുടെ പടത്തിൽ ഒരു ചെറിയൊരു റോളും അതുപോലെ വേറൊരു ആക്ടറുടെ പടത്തിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളും ഒരുമിച്ച് വന്നു. നമുക്ക് ഡേറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പൊ ഏത് റോള് തിരഞ്ഞെടുക്കും? മമ്മൂക്കയുടെ കൂടെ ഉള്ളത്. പിന്നെ അതൊക്കെ ചെറിയ റോളാണെങ്കിൽ അത് മതി. ആരാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ മമ്മൂക്കയോടുള്ള ഒരു ഇഷ്ടം ആദ്യം പറഞ്ഞിരുന്നു. അപ്പൊ ആളെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടോ? ഇന്ന് രണ്ടുപേരും എപ്പോഴെങ്കിലും കാണാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. ഷൂട്ടിങ് ലൊക്കേഷന് മുമ്പൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ മമ്മൂക്കയുടെ ലാലേട്ടനെ കൂടിയുള്ള പടം എത്രയും പെട്ടെന്ന് വരട്ടെ. ഓക്കെ, അപ്പൊ ഇനി അപ്കമിങ് ആയിട്ട് വരുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നില്ല, സംസാരിച്ചിട്ടുണ്ട്. ഒരു വെബ് സീരീസ് മുംബൈ ബേസ്ഡ്. അപ്പൊ അതിന്റെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഹിന്ദിയിലാണ്. അവരുടെ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്, ഒരു പരസ്യം ചെയ്തിട്ടുണ്ട് മുമ്പ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇതിൽ നിൽക്കുന്നു. ഓക്കെ, നമ്മളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. പടം റിലീസാവാനുള്ള പടം ഇപ്പൊ ഗോളം ഇനി റിലീസാവായിരിക്കും. തലവൻ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇനി എല്ലാരും കാണണേ, എല്ലാരും കാണൂ. ഇനി മലയാളത്തിൽ ഏത് സിനിമയാണ്? ഇനി ഷൂട്ടിംഗ് കഴിഞ്ഞ ഏതെങ്കിലും സിനിമയുണ്ടോ മലയാളത്തില്? ഇല്ല, ഇപ്പൊ ഗോളം, പിന്നെ ഒരു പാതിരാക്കൾ എന്ന് പറഞ്ഞൊരു സിനിമ, അപ്പൊ അത് തുടങ്ങാതിരിക്കുന്നു. ഷൂട്ടിംഗ് തുടങ്ങാതിരിക്കുന്നു അല്ലേ? സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊരു പുതുമുഖ ഡയറക്ടറിന്റെ ആണ്. അതിലും ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്? ഇല്ല, അതിലൊരു കോമഡിയാണ്. ഓക്കെ, ഫൈനലി കോമഡിയിലേക്ക് എത്തി നമ്മള്. ഓക്കെ, നമ്മളെ കുമ്പളങ്ങി നൈറ്റ്സ് അതുപോലെ തന്നെ ഒട്ടുമിക്ക പടങ്ങളിലും കുറച്ചൊരു നെഗറ്റീവ് ഷെയ്ഡ്, ഒരു സൈക്കോ രീതിയിലുള്ളൊരു കഥാപാത്രങ്ങളാണ് കൂടുതലും. അപ്പോൾ പുറത്തിറങ്ങിയ സമയത്ത് എന്തെങ്കിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാനത് എവിടെയോ പറഞ്ഞിട്ടുണ്ടെന്നാണ്, അത് ഇപ്പോഴും മറക്കൂല. ഒരു ഹോട്ടലിൽ നടന്ന സംഭവമാണ്. ചട്ടമ്പി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ റിസപ്ഷൻ ചെറിയൊരു ഇതായിരുന്നു ഹോട്ടല്. അപ്പോൾ അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പം റൂം പോയി. ഞാൻ റൂമിൽ ടവലുണ്ടായില്ല. അപ്പം ഒരു പയ്യൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ടവല് 2 പ്രാവശ്യം വിളിച്ചോട്ടും പുള്ളി കൊണ്ടുവന്ന് തന്നില്ല. അപ്പോൾ ഞാൻ താഴത്ത് പോയി. അപ്പോൾ റിസപ്ഷനിൽ ഈ പയ്യനായിരുന്നു, റിസപ്ഷനിലാണ്ട് ഈ ബോയാണ് ഇരുന്നിരുന്നത്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു, മോൻ ഞാൻ ടവല് കിട്ടിയില്ല, ഇത് ചെയ്യാനാണ് 2 പറഞ്ഞു. അപ്പോൾ പുള്ളി അവിടെ ചുരുട്ടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നിടത്ത് തന്നെ അല്ല, അപ്പോൾ ചിരിച്ചുകൊണ്ട് ചേട്ടാ എനിക്ക് ഒരു പേടി, ചേട്ടൻ ഒരു സൈക്കോണാന്ന് വിചാരിച്ചിട്ടാണ്. അതെനിക്ക് പെട്ടെന്ന്
നമ്മളിത്ര പാവാണെന്ന് അവർ അറിഞ്ഞില്ലല്ലോ. ചേട്ടൻ ഒരു സൈക്കോ ആണെന്നൊരു പേടിയാണ്. ഓക്കെ, അപ്പോൾ പൊതുവെ ആളുകൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട് അല്ലേ, സൈക്കോ ആണോ എന്നുള്ളൊരു ഒരു തോന്നല്, ഒരു ടഫ് ലുക്ക് എപ്പോഴും മുഖത്തുള്ള പോലെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പൊതുവെ പറയാറുണ്ട്. പൊതുവെ പറയാം. കൂടുതൽ വിമർശനം കിട്ടുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ്. വീട്ടുകാർ തന്നെ എപ്പോഴും പറയും. വീട്ടുകാരെപ്പോഴും പറയും. വീട്ടുകാരാണ് പറയുന്നത് കൂടുതലും. എന്നാ നിങ്ങളിങ്ങനെ നിങ്ങൾ, കാരണം ഞാൻ ഇപ്പം ഇത് തന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നുമില്ല. പറഞ്ഞില്ല, ഇപ്പം എവിടെ ചെന്നാലും ഇപ്പോൾ സിനിമയിൽ ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാലും ഞാൻ എൻ്റെ ഷൂട്ട് കഴിഞ്ഞ് മാറിയിരിക്കുക. കൂടുതൽ അങ്ങോട്ട് മിങ്കിളോ പരിപാടി അങ്ങനെ ഒരു ക്യാരക്ടറല്ല ഞാൻ. അപ്പം അങ്ങനെ വീട്ടിലായിരിക്കല്ലേ? വീട്ടിൽ വൈഫ്, 3 കുട്ടികളുണ്ട്, പിന്നെ ഫാദർ മദർ. മക്കളെന്താ ചെയ്യണേ? പഠിക്കാണ് എല്ലാവരും പഠിക്കാണ്. അപ്പം ഇങ്ങനെ ഉപ്പ ഒരു നടനാണെന്നുള്ള ഒരു ഇതുണ്ടോ അവർക്ക്? ഉണ്ട്. എന്നാലും അവർ കൂടുതൽ വിമർശനം ഇരിക്കുള്ളൂ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേ ഇതേ പറയുള്ളൂ. അത് അങ്ങനെ ആയാൽ ശരിയായില്ല, ഇങ്ങനെ അടുത്തിൽ റെഡിയാക്കണം. ഓക്കെ, കൂടുതൽ സജഷൻസ് അവിടെ നിന്നാണ് കിട്ടുന്നുണ്ട് എല്ലാവരും. ഓക്കെ, അപ്പോൾ പഴയ ഫ്രണ്ട്സൊക്കെ ഇപ്പം എന്താ പറയണേ? കാരണം പണ്ട് തൊട്ടേ ഇങ്ങനെ അഭിനയത്തിനോടൊരു താല്പര്യമുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. പറയാറുണ്ട്. സിനിമയിൽ റീച്ച് ആയില്ല എന്നുള്ളൊരു ഇതിൽ വിളിക്കും. അതും ആയിന്ന് ഫുൾ ആയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ആയിക്കൊണ്ട് കിട്ടട്ടെ എന്നുള്ളതിൽ. ഓക്കെ, നമ്മൾ സ്കൂൾ പഠനമൊക്കെ എവിടെയായിരുന്നു? സ്കൂൾ ഫോർട്ട് കൊച്ചിയാണ്. ബർത്ത് പ്ലേസ് കൊച്ചിയാണ്. കോളേജിൽ താമസിക്കുന്നത് ഫോർട്ട് കൊച്ചി. സ്കൂളും കോളേജും അവിടെ തന്നെ. പിന്നെ ഓക്കെ, അപ്പൊ അവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും. എല്ലാവരും അവരൊക്കെ ഭയങ്കര അവർ പ്രതീക്ഷിച്ചിരുന്നോ ഈ ഒരു ഇതിൽ എത്തിപ്പെടുന്നൊക്കെ? അങ്ങനെ പറയാറുണ്ടൊക്കെ വെച്ച് ഞാൻ നല്ല നാടകത്തിലൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നാടകം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നടനാകുക എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ പറഞ്ഞ പോലെ ജീവിത സാഹചര്യങ്ങൾ നമ്മളെ പല പല ഇതിലേക്ക് പറഞ്ഞ പോലെ ലേറ്റായി. ഓക്കെ, അപ്പൊ എന്തായാലും എന്നുള്ള സന്തോഷം. ഇപ്പൊ പറഞ്ഞ പടങ്ങളൊക്കെ ഓടുന്നോണ്ട്. അതെ, പിന്നെ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം വളരെ രജിസ്റ്റർ ആവുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ആളുകൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ്. പുറത്തു പോകുമ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് ഏത് കഥാപാത്രത്തിനെ കുറിച്ചാണ്? കൂടുതലും ആൾക്കാർ ഇപ്പം കൂടുതലും പറയുന്നത് കുമ്പളങ്ങിയൊക്കെ ആയിരുന്നു ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ കരിക്കില എവിടെ ചെന്നാലും ചോദിക്കും. അല്ല, പീറ്റർ എന്ന് പറഞ്ഞൊരു കഥാപാത്രം കരിക്ക്, അതെനിക്ക് ഒരുപാട് ഇത് കിട്ടിയ ഒരു ഇതായിരുന്നു. കാര്യം അത്രയും വ്യൂസ് അവർക്ക് ഉണ്ടെന്നുള്ള. പിന്നെ കരിക്കില്ല ചെയ്തത് എനിക്ക് ഒരുപാട് ഇത് കിട്ടി. എവിടെ ചെന്നാലും ചോദിക്കും. പൊതുവെ നമ്മൾ കരിക്കുന്ന പറഞ്ഞാൽ അവരൊരു ഫാമിലിയാണ്. അതിലേക്ക് പൊതുവെ ആളുകളെ കൊണ്ടുവരുന്നത് തന്നെ വളരെ കുറവാണ്. അത് അവര് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഞങ്ങള് അല്ല ഇതേ ഉണ്ടാവുള്ളൂ, അടുത്തത് പ്രതീക്ഷിക്കരുത്, ചെയ്യണതിന് മുമ്പ് തന്നെ പറഞ്ഞവര്. കാര്യം ഇതിൽ ഞങ്ങൾക്ക് നിങ്ങളെ വേണമെന്ന് വേണം. കാരണം ഞങ്ങളുടെ ടീമിൽ തന്നെ ഉണ്ട് ആളുകൾ. അങ്ങനെ കരിക്ക് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ആയിരുന്നു, മട്ടാഞ്ചേരി. അവിടെ ഷൂട്ട് ചെയ്തു. അപ്പോൾ അവർ ശരിക്കും ഒരു യങ് ടീമാണല്ലോ. അപ്പോൾ അവരുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എപ്പോഴും ഭയങ്കര വൈബ്രന്റ് ആയിരുന്നു അവരെല്ലാം. വൈബ്രന്റ് ആയിരുന്നു. നല്ല പെട്ടെന്ന് അവരായിട്ട് ഇതായി. ഈ സിനിമയിൽ നിന്ന് പോകുന്നതേ ഭയങ്കര വെല്ലുവിളിയായിട്ട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരുപാട് നല്ല വെല്ലുവിളി തന്നെയാണ്. സ്ട്രഗിളാണ്. ആളുകൾ വിചാരം ഭയങ്കര ഈസിയാണ് എത്താൻ. ഇപ്പം ഞാൻ ഇതായി പറയണല്ലോ കേട്ടോ. അപ്പം എൻ്റെ അനുഭവം എല്ലാത്തിനും നല്ല ബുദ്ധിമുട്ടാണ്. സിനിമയിൽ എത്താൻ ബുദ്ധിമുട്ടാണ്. എത്തുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് നമ്മളെത്തിപ്പെട്ടു, അതൊക്കെ ഒരു സിനിമ ഒരു നല്ല ചാൻസ് കിട്ടി. എത്തിപ്പെട്ടിട്ട് അതിൽ പിടിച്ചു നിൽക്കാൻ അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല സ്ട്രഗിളാണ്. കാരണം ഒന്നും മലയാളത്തിലൊക്കെ പ്രത്യേകിച്ച്, കാരണം നല്ല നല്ല ആക്ടേഴ്സാണ്. ഒരു സിനിമ വരുമ്പോൾ തന്നെ കണ്ടല്ലേ എന്ത് പെർഫോമൻസാണ് എല്ലാവരും ചെയ്യണത്. അതിൽ തന്നെ ഇപ്പം നമുക്ക് തന്നെ ഇപ്പം ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമ കിട്ടുമെന്ന് ഒരു ഉറപ്പില്ല. പിന്നെ എന്തോ ഭാഗ്യത്തിന് ഇങ്ങനെ വരുന്നു എന്നുള്ളത്. കാരണം നല്ല ടാലൻറ്റഡ് ആക്ടേഴ്സാണ് എല്ലാം. നമ്മുടെ ഈ തലവനിലൊക്കെ അഭിനയിച്ച് വന്ന ചെറിയ റോളൊക്കെ ചെയ്തവരൊക്കെ എന്ത് പെർഫോമൻസാണ്. അതേപോലെ പേരല്ലൂർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ല, ചെറിയൊരു വേഷത്തിന് വന്നവരൊക്കെ. അപ്പോൾ ഞാനവിടെ വെച്ച് പരിചയപ്പെട്ടവരൊക്കെ 20 വർഷം 30 വർഷമൊക്കെ ആയിട്ട് ഇല്ല, ജൂനിയർ ആർട്ടിസ്റ്റ് അല്ല, നാടകവും ആക്ടിങ്ങൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകളൊക്കെ ചെറിയൊരു ചായക്കടക്കാരനൊക്കെ ആയിട്ട് വേഷം. അപ്പോൾ ആ അവസ്ഥയിൽ നമുക്ക് ഇത്രയൊക്കെ ഒരു വേഷം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ്. അതെന്തോ ദൈവാധീനം. പിന്നെ ലക്ക്. എപ്പോഴെങ്കിലും ഇങ്ങനെ മടി തോന്നിയിട്ടുണ്ടോ അവസരങ്ങൾ ചോദിക്കാനായിട്ട്? അതുകൊണ്ട് എന്തെങ്കിലും അവസരങ്ങൾ പോയിട്ടുണ്ടോ? മടിയുണ്ട്. മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അത്ര ഞാൻ പറഞ്ഞില്ല, അങ്ങോട്ട് ഇടിച്ചു കയറുന്ന ഒരു ടൈപ്പ് അല്ലാത്തതുകൊണ്ട് ചെറിയ അത് ചോദിക്കാമായിരുന്നു, ഒന്ന് ചോദിച്ചായിരുന്നെങ്കിൽ കിട്ടിയാനായിരുന്നു എന്നൊക്കെ ചില സംഭവങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ 1-2 തവണക്ക് ഇങ്ങനെ ആലോചിച്ച് തിരഞ്ഞെടുത്ത ഏതെങ്കിലും കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല.
വരുന്നതൊക്കെ ചെയ്യാന്നുള്ളതാണോ അത് ചൂസ് ചെയ്ത് തിരഞ്ഞെടുക്കുകയാണോ? വരുന്നത് നല്ലത് മാത്രം കാര്യം നമുക്കൊന്നും ഇപ്പോൾ സെലക്റ്റീവ് ആവാനുള്ളതൊന്നും ആയിട്ടില്ലല്ലോ ചെയ്യുന്നത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് നല്ല സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ പോയാൽ മതി എന്നുള്ള ഒരു ഇതിൽ കിട്ടുന്നത് നല്ലത് ചെയ്യുക, അതാണ് താല്പര്യം. ഇപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറുടെ കൂടെ അഭിനയിക്കാനാണോ കംഫർട്ടബിൾ, അതുപോലെ പുതുമുഖമായിട്ട് വരുന്ന ഒരു ഡയറക്ടറുടെ കൂടെ ഒരു ഫിലിം ചെയ്യാനാണോ? അല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പം പുതുമുഖങ്ങളൊന്നും ഇപ്പം പറഞ്ഞില്ലേ, ഗോളം എന്ന് പറഞ്ഞ സിനിമ ചെയ്ത പുതിയ ആളാണ്. ബ്രില്യൻ്റ് വർക്കാണ്. ഞാൻ ഇതായി പറയുന്നതല്ലേ, നമ്മൾ അവിടെ ഇപ്പോൾ ദിലീഷ് പോത്തൻ സാറുണ്ടായിരുന്നു, പിന്നെ അലൻസിയർ, അങ്ങനെ സണ്ണി വെയിൻ, ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളും. അപ്പോൾ ഈ ഡയറക്ടർ പുതിയ ആളാണ്. അതിൻ്റെ റൈറ്ററുണ്ട് പ്രേമൻ വിഷ്ണു എന്ന് പറഞ്ഞ പിള്ളേരാ, രണ്ടുപേരും ചെറുപ്പക്കാരാണ്. പക്ഷെ അതുങ്ങളെ വർക്കും ടാലൻ്റൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങൾ തന്നെ സംസാരിച്ചു, വർക്ക് ഇവന്മാരാ സ്റ്റൈൽ ഓഫ് മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻറ്റ് കാര്യം. അപ്പോൾ അതാണ് പറഞ്ഞത് യൂണീക്ക് സംഭവമാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? അതൊരു സംഭവമാണെന്ന് തോന്നണം, സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതിലൂടെ ഒന്ന് കത്തിക്കയറാൻ പറ്റും. ഓക്കെ, നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇപ്പം നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. നമ്മളൊരു സാധാരണക്കാരനാണ്, ഇപ്പോൾ തുടങ്ങുന്നുള്ളൂ പടങ്ങളിൽ. അപ്പം സിനിമകളൊക്കെ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ വിളിച്ചതിന് ഒരുപാട് നന്ദി. ഞാൻ അങ്ങോട്ടാണ് നന്ദി പറയേണ്ടത്. കാരണം ഇത്രയും നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മുടെ ബെലീസ പ്രൈം ടോക്കിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നല്ല നല്ല ക്യാരക്ടറുകൾ കിട്ടട്ടെ, അതുപോലെ തന്നെ ഇനിയും മലയാളത്തിൽ വെട്ടിത്തിളങ്ങാനായിട്ട് സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്.